നമസ്കാരം. ഞാനിപ്പോൾ ബാംഗ്ലൂർ പോകാനായിട്ട് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ബാംഗ്ലൂർ എന്തിനാണ് പോകുന്നത് വെച്ചാൽ നമ്മുടെ KSR ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് LHB ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. മെയ് 7 തൊട്ട് KSR ബംഗളൂരു നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന വണ്ടിയാണ് ആദ്യത്തെ LHB ഇനാഗുറൽ റൺ നടത്തുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോവാണ്. ഏത് വണ്ടിക്കാണ് ഇപ്പോൾ പോകുന്നത് വെച്ചാൽ നമ്മുടെ മംഗലാപുരത്ത് നിന്ന് യശ്വന്ത്പൂരിലേക്ക് ഒരു വീക്കിലി വണ്ടിയുണ്ട്, വീക്കിലി എക്സ്പ്രസ് ഉണ്ട്. അതിന് കയറിയിട്ടാണ് പോകുന്നത്. അതിപ്പോൾ കാസർഗോഡൊക്കെ കഴിഞ്ഞ് കോട്ടിക്കുളം എത്തിയിട്ടുണ്ട്. 9:25 ആവുന്ന സമയത്താണ് ഇവിടെ പയ്യന്നൂർ ആ വണ്ടി എത്തുന്നത്. പിന്നെ ചെറിയൊരു കോമഡി കൂടി ഇതിലുണ്ട്. ഞാൻ ശരിക്കും ബാംഗ്ലൂർ പോകാൻ ഉദ്ദേശിച്ച വണ്ടി ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണൂരിൽ നിന്ന് യശ്വന്ത്പൂരിലേക്ക് പോകുന്ന വണ്ടിയുണ്ട്. കണ്ണൂരിൽ നിന്ന് വൈകുന്നേരം 6 മണിക്ക് എടുത്തിട്ട് പിറ്റേന്നാൾ പുലർച്ചെ യശ്വന്ത്പൂർ എത്തുന്ന വണ്ടി. അതിന് ടിക്കറ്റ് നോക്കുന്ന സമയത്ത് കുറച്ച് വേക്കൻറ്റ് സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു സൈഡ് ഓവർ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഈ ഒരു വീക്കിലി വണ്ടിക്ക് കയറി ബുക്ക് ചെയ്ത് പിന്നെയാണ് മനസ്സിലായത് ഞാൻ സോഴ്സ് സ്റ്റേഷൻ മാറ്റിയിട്ടില്ലാന്ന്. കണ്ണൂർ യശ്വന്ത്പൂർ വെച്ചിട്ടാണ് ബുക്ക് ചെയ്തത്. എനിക്ക് ശരിക്കും പയ്യന്നൂർ വെച്ചിട്ട് കയറിയാൽ മതിയായിരുന്നു. നമ്മുടെ ഈ ഒരു വീക്കിലി വണ്ടിക്ക് ഇവിടെ പയ്യന്നൂർ സ്റ്റോപ്പ് ഉണ്ട്. ഞാൻ എന്തോ ഒരു പൊട്ടത്തരം കാരണം കണ്ണൂർ വെച്ചിട്ട് സോഴ്സ് സ്റ്റേഷൻ കണ്ണൂർ വെച്ചിട്ട് തന്നെ ബുക്ക് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ പയ്യന്നൂർ എത്തിയിട്ട് ഒരു സാധാരണ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് കണ്ണൂർ വരെ പോയിട്ട് അവിടെ നിന്ന് മാറി കയറാനാണ് ഉദ്ദേശിക്കുന്നത്. അത് വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് പറ്റിപ്പോയതാണ്. അങ്ങനെയാണ് ഇപ്പോൾ സംഗതി ഉള്ളത്. എന്നിട്ട് ഇവിടെ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. KSR ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസിൻ്റെ ആ ഒരു ഫസ്റ്റ് LHB റണ്ണായിരിക്കും ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അത് കുറച്ച് എക്സ്ക്ലൂസീവായിട്ടുള്ള വീഡിയോ അല്ലേ, അത് ആദ്യം അപ്ലോഡ് ചെയ്യും. അതിന് ശേഷമായിരിക്കും നിങ്ങൾ ബാംഗ്ലൂർ പോകുന്ന ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്നത്. അതുപോലെ വേറൊരു സന്തോഷ വാർത്ത കൂടി ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ചാനൽ വെറൈറ്റി വീൽസ് 1K സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പോലും വിചാരിച്ചിട്ടില്ല. ഈ ഒരു വ്ളോഗ് തുടങ്ങിയ സമയത്ത് വ്യൂ ഉണ്ടായിരുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ സ്റ്റക്കായ പോലെ നിൽക്കുമായിരുന്നു. പിന്നെ ഈ ഒരു ട്രെയിനിൻ്റെ ട്രാവൽ സീരീസും അങ്ങനെ ഇങ്ങനെയൊക്കെ തുടങ്ങി ടെസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മെല്ലെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരാൻ തുടങ്ങി, വ്യൂസ് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ 1Kയിൽ എത്തിയിട്ടുള്ളത്. ഇനിയും നിങ്ങളുടെ ഇതുപോലെയുള്ള സപ്പോർട്ട് മുന്നോട്ടേക്കും വേണം. നമുക്ക് ഒരുപാട് ട്രാവൽ സീരീസൊക്കെ നടത്താം, അടിപൊളിയായിട്ട് പൊളിക്കാം നമുക്ക് ഈ ഒരു ചാനലിലൂടെ. അമൃത് ഭാരത് സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മുടെ പയ്യന്നൂർ സ്റ്റേഷനും കുറേ റീഡെവലപ്മെൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഷെൽട്ടറൊക്കെ നല്ല പുതിയ ഷീറ്റുകളൊക്കെ ഇട്ടിട്ട് നല്ല തിളങ്ങും എങ്ങനെ ലൈറ്റ് അടിക്കുന്ന സമയത്ത്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവണമെന്നില്ല. ഇങ്ങനെ കണ്ടുകൊണ്ട് നോക്കുന്ന സമയത്ത് നല്ല തിളക്കമുണ്ട് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ഡൗട്ട് അടിച്ച് നടക്കുകയാണ്, ജനറലിൽ കയറണോ അല്ല S2-ൽ തന്നെ കയറിയിട്ട് TTR വരുന്ന സമയത്ത് പറഞ്ഞാൽ മതിയോ, കണ്ണൂരെത്തിയിട്ട് ഞാൻ അവിടെ ഇരുന്നോളാം, അതുവരെ ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചാൽ മതിയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്തായാലും നോക്കാം. സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയും ഒരു 10-20 മിനിറ്റ് സമയമുണ്ട് വണ്ടി വരാൻ. मंगलापुरम यशवंतपुर वीकली एक्सप्रेस थोड़ी देर में प्लेटफॉर्म क्रमांक 2 पर आएगी. For the kind attention of passengers, train number 1656 Mangalapuram Yeshwanthpur Express from Mangalapuram to Yeshwanthpur will arrive shortly on platform number 2. 9:23 പയ്യന്നൂർ എത്തേണ്ട വണ്ടി 9:27 ആവുന്ന സമയത്ത് മെല്ലെ പതുക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഒരു 4 മിനിറ്റ് ഡിലേ മാത്രമേ ഉള്ളൂ. നമ്മുടെ ലോക്കോ ഒരു WP7 ആണ്. ഏത് ലോക്കോ ഷെഡിൻ്റെ ആണെന്ന് ഇവിടെ എത്തട്ടെ. അതിൻ്റെ ലൈറ്റ് അടിച്ചിട്ട് കാണാൻ വേണ്ടി പറ്റാനില്ല. ഞാനെന്തായാലും സെക്കൻഡ് ക്ലാസ്സിൽ തന്നെ കയറാൻ തീരുമാനിച്ചു. നമുക്ക് കണ്ണൂർ എത്തിയിട്ട് എന്തായാലും മാറി കയറാം. ഇതൊരു 2019 മെയ്ഡ് സെക്കൻഡ് ക്ലാസ് ആണേ. അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്തൊരു സെക്കൻഡ് ക്ലാസ്സാണ്. ഇവിടെ ആയിട്ട് ലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പുറത്തും ഇനി ഇതിൻ്റെ അപ്പുറത്തെ കോച്ച് S1 സ്ലീപ്പറാണ്. അതുകൊണ്ട് ജനറലിൽ നിന്ന് സ്ലീപ്പറിലേക്ക് ആളുകൾ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ലോക്കാക്കി വെച്ചിരിക്കുക. നോ സ്മോക്കിംഗ് പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ കണ്ടോ. ട്രെയിനിൽ സിഗരറ്റ് വലിക്കാൻ വേണ്ടി പാടില്ല. ആ ഒരു ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുക പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ട് ഇതിലൂടെ.
ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ പുക പോകുന്നത്? അതിനുള്ളിൽ ഇരുന്ന് ആരോ സിഗരറ്റ് വലിക്കുക. എന്ത് ചെയ്യാൻ ഇവന്മാരൊക്കെ? ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ആരോട് പറയാനാ ഇത്? എന്തൊരു കഷ്ടം നോക്കണം. നമ്മുടെ വണ്ടി അങ്ങനെ 2 മിനിറ്റ് ഹോൾട്ടിന് ശേഷം 9:30 ഇവിടുന്ന് പയ്യന്നൂരിൽ നിന്ന് ഡിപ്പാർട്ടായി. ഇനി അടുത്ത സ്റ്റോപ്പ് കണ്ണൂരാണ്. അതിൻ്റെ ഇടയിൽ വേറെ സ്റ്റോപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഈ വണ്ടിക്ക്. ഈ ഒരു സെക്കൻഡ് ക്ലാസ്സിൻ്റെ കോച്ച് നമ്മുടെ അന്ത്യോദയൊക്കെ ഉള്ള പോലത്തെ ആ ഒരു കോച്ചാണ്. ഇത് കണ്ടോ, മുകളിൽ കിടക്കാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ബെർത്തുള്ള കോച്ചുകളാണ്. അവിടെ കുറേ ആൾക്കാരൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇനി കണ്ണൂർ കോഴിക്കോട് ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ എന്തായാലും വണ്ടിക്ക് തിരക്കുണ്ടാവും. കാരണം ബാംഗ്ലൂർ പോകുന്ന വണ്ടിയല്ലേ, നല്ല ഡിമാൻഡുള്ള വണ്ടിയാണിത്. നമ്മുടെ ഈ ഒരു സെക്കൻഡ് ക്ലാസ് കോച്ചിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല വൃത്തിയുണ്ട്. സാധാരണ ജനറൽ ക്ലാസ് പോലെയൊന്നും അല്ല, നല്ല വൃത്തിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണേ. അവയുടെ വണ്ടികൾ പൊതുവെ എല്ലാം നല്ല മെയിൻറ്റൈൻഡ് വണ്ടികളായിരിക്കും. കണ്ടോ, നിലത്തൊന്നും വലിയ വേസ്റ്റുകളും കാര്യങ്ങളും പൊടിയും ഒന്നുമില്ല, കഴുകി കുട്ടപ്പനാക്കി എടുത്ത വണ്ടിയാണ്. നമ്മുടെ വണ്ടിയുടെ കോച്ചുകൾ മാത്രമേ അത്യാവശ്യം നല്ലതേ ഉള്ളൂ കേട്ടോ. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടോ നിങ്ങൾ, വെള്ളമൊക്കെ കെട്ടിക്കിടക്കും ഇങ്ങനെ. 7 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചിട്ട് നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുകയാണേ. 10 മണിക്കാണ് ഇവിടെ കണ്ണൂർ എത്തേണ്ടത്. നമ്മൾ 9:53 ആയപ്പോഴേ കണ്ണൂരെത്തി. അങ്ങനെ കണ്ണൂരെത്തിയിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. നമ്മളെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് കൊണ്ടുവന്നത് കേട്ടോ. ഇതാണ് നമ്മൾ വന്ന സെക്കൻഡ് ക്ലാസ്സിൻ്റെ കോച്ച് കേട്ടോ. ഇനി നമുക്ക് S2ലേക്ക് പോവാം. ഈ കാണുന്നത് S1 കോച്ചാണ്. 2022 മെയ്ഡ് കോച്ചാണ്. നല്ല കിഡിലൻ കളർ ഉണ്ടോ, ചുവപ്പ് കളർ, ഇങ്ങനെ നല്ല മെയിൻറ്റെയിൻഡ് കോച്ചാണ്. അടിപൊളി. എൻ്റെ കോച്ച് ഇതാണ്. 2020 മാനുഫാക്ചർ ചെയ്തിട്ടുള്ള കോച്ചാണ്. S2 ആണ് എൻ്റെ കോച്ച്. എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും കിട്ടുന്ന ഇതുപോലത്തെ കോച്ചാണ്. ആ S1 കോച്ച് നിങ്ങൾ കണ്ടില്ല, നല്ല അടിപൊളി കളറും കാര്യങ്ങളൊക്കെ ആയിട്ട്. S2 കണ്ടില്ലേ, ഒരുമാതിരി ഓഞ്ഞ കളറൊക്കെ ഫെയ്ഡായിട്ടുള്ള ഒരു കോച്ചാണ്. എന്ത് ചെയ്യേണ്ടത് നോക്കിയേ. എനിക്കെപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കോച്ചാണ് കിട്ടുന്നത്. ഞാനങ്ങനെ കോച്ചിൽ കയറി. 71 എൻ്റെ സീറ്റ് നമ്പർ. സൈഡ് ലോവർ തന്നെ ഞാൻ പ്രിഫറൻസ് കൊടുത്തിട്ട് എടുത്തതാണ്. എന്തോ ഭാഗ്യത്തിന് സൈഡ് ലോവർ തന്നെ കിട്ടി. അത്രയും ഡിമാൻഡുള്ളൊരു വണ്ടിയാണിത്. നമ്മുടെ ഈ ഒരു വണ്ടി പോകുന്ന റൂട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇത് മംഗലാപുരത്ത് നിന്ന് എടുത്തിട്ട് പാലക്കാട്, കോയമ്പത്തൂർ, ഈ റോഡ് സേലം വഴി അങ്ങനെ പോകും. എന്നിട്ട് സേലത്തു നിന്ന് നേരെ പിന്നെയും ചെന്നൈ മെയിൻ ലൈനിലൂടെ തന്നെ പോയിട്ട് ജോളാർപേട്ട ജംഗ്ഷൻ ബൈപ്പാസ് അടിച്ചിട്ട് നേരെ കുപ്പം, ബംഗാരപ്പേട്ട്, കൃഷ്ണരാജപുരം വഴിയാണ് യശ്വന്ത്പൂരിലേക്ക് പോകുന്നത്. SMVTയിലൂടെയാണ് പോകുന്നത് കേട്ടോ. SMVTയിൽ ഈ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല. SMVT വഴി സ്കിപ്പ് അടിച്ചിട്ട് നേരെ യശ്വന്ത്പൂർ പോകും. 9:53 കണ്ണൂരെത്തിയിട്ട് 10:05 കറക്റ്റ് ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് നമ്മൾ ഡിപ്പാർട്ടായി. തലശ്ശേരി എത്തേണ്ട വണ്ടി 10:21 ആയപ്പോഴേ എത്തി കേട്ടോ. 2 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചിട്ട് ഇവിടെ തലശ്ശേരി കയറി വണ്ടി. തലശ്ശേരി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലുള്ള സ്റ്റോപ്പുകൾ ഇനി വരുന്നത് വടകര, കോഴിക്കോട്, തിരൂര്, ഷൊർണൂർ, പാലക്കാട്. ഇത്രയും സ്റ്റോപ്പുകൾ മാത്രമേ ഇനി കേരളത്തിലുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറും. പിന്നെ കോയമ്പത്തൂർ ജംഗ്ഷനിലാണ് ഈ വണ്ടിക്ക് സ്റ്റോപ്പുള്ളത്. ഈ ഒരു യശ്വന്ത്പൂർ വീക്കിലി വണ്ടി നമ്മുടെ പാലക്കാടും ഷൊർണൂരൊക്കെ എത്തുന്നത് 1 മണിക്കും 2 മണിക്കൊക്കെയാണ്. ആ സമയം വരെ ഞാൻ എന്തായാലും നിൽക്കണില്ല, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്ന് രാവിലെയൊക്കെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടയേർഡാണ് ഞാൻ. ആ ഒരു ടയേർഡും വെച്ചിട്ടാണ് ഞാൻ ബാംഗ്ലൂർ പോകുന്നത്. അപ്പോൾ കയറി കിടന്ന് ഉറങ്ങട്ടെ. ഇനി ഈ റോഡൊക്കെ കഴിഞ്ഞിട്ട് സേലം എത്തുന്നതിന് മുമ്പ് രാവിലെ എണീക്കണം. രാവിലെ എണീറ്റിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ സേലം ജംഗ്ഷൻ എത്തിയിട്ട് ഡിപ്പാർട്ടായി. നമ്മളെ വണ്ടി ഡിലേയും കാര്യങ്ങളൊന്നുമില്ല. 6:27 സേലം എത്തേണ്ടത് 6:28. ആ ഒരു മിനിറ്റിൻ്റെ ഡിലേ മാത്രമേ ഉള്ളൂ. ഡിലേ ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സേലത്ത് നിന്ന് നമ്മൾ ഡിപ്പാർട്ടായി. മൊത്തം ഇങ്ങനെ മലകളും മൊട്ടക്കുന്നുകളും അങ്ങനെയുള്ള ഒരു ടെറയിനാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ വണ്ടിക്ക് സേലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കുപ്പമാണ്. കുപ്പം, ആന്ധ്രാപ്രദേശിലെ കുപ്പം. അതിൻ്റെ ഇടയിൽ വേറെ സ്റ്റോപ്പും കാര്യങ്ങളൊന്നുമില്ല. രാവിലെ തന്നെ ഇങ്ങനെ നിർത്താതെ പോകുന്നതുകൊണ്ട് ഉറക്കം വരുന്നു. ഇങ്ങോട്ടൊക്കെ ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ്. നല്ല പച്ചപ്പുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. രാവിലെ തന്നെ പശുക്കളൊക്കെ പുല്ല് തിന്നുന്നുണ്ടോ, കിടന്നിട്ടും ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ. നമ്മൾ ജോളാർപേട്ട ബൈപ്പാസ് ക്യാബിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്.
നമ്മൾ ഈ വണ്ടി ജോളാർപേട്ടയിലേക്ക് പോകില്ല. ജോളാർപേട്ട ബൈപ്പാസ് അടിച്ചിട്ട് നേരെ ബാംഗ്ലൂർ ഭാഗത്തേക്കാണ് പോകുന്നത്, ബംഗാരപ്പേട്ട് ഭാഗത്തേക്ക്. ആ നേരെ പോകുന്ന ലൈൻ ജോളാർപേട്ടയിലേക്ക് പോകുന്ന ലൈനാണ്. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നേരെ കുപ്പം ബംഗാരപ്പേട്ട് ഭാഗത്തേക്ക് പോവാണ്. ജോളാർപേട്ടയിൽ പോയാൽ ഈ വണ്ടിക്ക് ലോക്കോ റിവേഴ്സലും കാര്യങ്ങളൊക്കെ പിന്നെയും വേണ്ടി വരും. അതുകൊണ്ട് ആ ടൈം അങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം ബൈപ്പാസ് അടിച്ചിട്ട് പോകുന്ന വിധത്തിലാക്കിയിട്ടുള്ളത് ഈ ഒരു വണ്ടി. നമ്മുടെ കേരള എക്സ്പ്രസ് ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന കേരള എക്സ്പ്രസ് ജോളാർപേട്ട എത്തിയിട്ടുണ്ട്. അതിനെ കാണാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിച്ചേ, പക്ഷെ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോലെ ഇനി എന്തായാലും കാണാൻ വേണ്ടി പറ്റൂല. ഈ സ്ഥലമൊക്കെ നോക്കി നിങ്ങൾ, നല്ല ഉഴുതു മറിച്ചിട്ട സ്ഥലമാണ്. അവിടെയായിട്ട് നെൽകൃഷി അങ്ങനെയാണെന്ന് തോന്നുന്നു. നല്ല പച്ചപ്പ് കണ്ട ഇങ്ങനെ അടിപൊളി. അപ്പുറത്തായിട്ട് മലനിരകൾ കാണാം. പിന്നെ ഈ കാണുന്നതൊക്കെ പനകളാണ്, പന. ഇതുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്ന് ചാക്കും അതും ഇതൊക്കെ ഇടുന്ന്. എൻ്റെ ദൈവമേ, എന്തൊക്കെയാ കാണേണ്ടത് നോക്കിയേ. ഇതൊക്കെ ഏതോ ഒരു വില്ലേജ് ആണെന്ന് തോന്നുന്നു കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് മനസ്സിലാവണില്ല. നല്ല തമിഴിലാണ് എഴുതിയ. RV അയ്യങ്കർ ബേക്കറി എന്നൊക്കെ പറഞ്ഞിട്ട് ബേക്കറി കടകളൊക്കെ ഉണ്ട്. ഇവർ ഈ ചാക്കിൽ ഇങ്ങനെ എടുത്തിട്ടിടുന്നത് എന്താണ് ഈ സംഗതി മനസ്സിലാവണല്ലോ. ഓരോ സ്ഥലത്തും ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചാക്ക് എടുത്തിടുക, ചാക്ക്. സോമനായക്കൻപട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. പേരെനിക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയില്ല. ഇവിടെ ഒരു ചെറിയ കുഞ്ഞു വീടുണ്ട്. അവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് രാവിലെ. അവിടെ ഒരു പട്ടി വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ ഈ ഒച്ച ഇങ്ങനെ വരുന്നത്. എന്താ മിണ്ടായിരിക്കടാ പട്ടി. ഇവിടെ ആയിട്ട് പശുക്കളുണ്ട്. ഒരു തനി ഗ്രാമം ഫീൽ ചെയ്യുന്നൊരു സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ ഒരു സ്റ്റേഷനിൽ നമ്മളെ മിക്കവാറും കുറേ സമയം പോസ്റ്റാക്കി നിർത്താൻ സാധ്യതയുണ്ട്. കാരണം ഇവിടുന്ന് കുപ്പത്തേക്ക് ഇനി 30 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. കുപ്പം കയറുന്ന ടൈം 9:34 സമയം ഇപ്പോൾ 8:05 ആയതേ ഉള്ളൂ. ഏകദേശം 1.5 മണിക്കൂർ സമയം ഇനിയും ബാക്കിയുണ്ട്. 30 കിലോമീറ്റർ ഓടാൻ 1.5 മണിക്കൂർ എന്തായാലും വേണ്ടല്ലോ. ഒരുപാട് എക്സ്ട്രാ ടൈം കൊടുത്തുകൊണ്ടുള്ള പ്രശ്നമാണിത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 8:30 ഒക്കെ ആകുന്ന സമയത്ത് എടുക്കാൻ ചാൻസ് ഉള്ളൂ. എന്നിട്ട് പതുക്കെ പതുക്കെ പോവുള്ളൂ ഇനി കുപ്പം എത്തുന്നത് വരെ. നമ്പർ ചെന്നൈ സെൻട്രൽ നിന്ന് മൈസൂരേക്ക് വന്ന വന്ദേ ഭാരതാണ് നമ്മളിപ്പോൾ ഓവർടേക്ക് അടിച്ചിട്ട് കയറിപ്പോയത്. നല്ല അടിപൊളി സ്പീഡിലാണ് കയറിപ്പോയത്. അങ്ങനെ ഒരു 10-45 മിനിറ്റ് പിടിച്ചിട്ട ശേഷം ഇവിടുന്ന് ഇപ്പോൾ വണ്ടി എടുത്തു കേട്ടോ. ഇനി നേരെ കുപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക്.
9:34 കുപ്പം കയറേണ്ട നമ്മൾ 9:20 ആയപ്പോഴേ എത്തിയിട്ടോ. ഏകദേശം 14 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചിട്ട് ഇവിടെ കുപ്പം റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ ഈ കോച്ച് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിൽ ഉണ്ടാക്കിയ കോച്ചാണ്. 2020 മാനുഫാക്ചേർഡ് കോച്ചാണ്. കുപ്പം റെയിൽവേ സ്റ്റേഷൻ. ഈ കുപ്പം വരുന്നത് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. നമ്മൾ ആന്ധ്രാപ്രദേശിലൂടെ കയറിയിട്ടാണ് ബാംഗ്ലൂരേക്ക് പോകുന്നത്. ഇപ്പം അങ്ങോട്ട് പോയ വണ്ടിയില്ലേ, ആ വണ്ടി KSR ബംഗളൂരുന്ന് ലാൽഖുവാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഉത്തരാഖണ്ഡിലുള്ള ഒരു സ്ഥലമാണ്. അവിടേക്ക് പോകുന്നൊരു സ്പെഷ്യൽ വണ്ടിയാണ് അതിനിവിടെ കുപ്പം സ്റ്റോപ്പുണ്ട്. അതിന് കുറച്ച് കോച്ചുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വണ്ടിയാണ്. നമ്മുടെ വണ്ടിയുടെ തൊട്ട് പുറകിൽ തന്നെ കാക്കിനട ടൗണിൽ നിന്ന് SMBTയിലേക്ക് പോകുന്ന ശേഷാദ്രി എക്സ്പ്രസ് വരുന്നുണ്ട്. നമ്മളിങ്ങനെ മുട്ടിയില്ല പറഞ്ഞാൽ 2 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വണ്ടി ഇപ്പം ഇവിടെ ഈ ഒരു കുപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. നമ്മൾ പോകുന്ന ഈ ഒരു വണ്ടിയുടെ നമ്പർ 16566 എന്നാണ്. യശ്വന്ത്പൂർ വീക്ക്ലി എക്സ്പ്രസ് എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര്. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണിക്ക് മംഗലാപുരത്ത് നിന്ന് എടുത്തിട്ട് പിറ്റേ ദിവസം, അതായത് ചൊവ്വാഴ്ച ഉച്ചക്ക് 1 മണിയാവുന്ന സമയത്ത് യശ്വന്ത്പൂരിലെത്തും ഈ ഒരു വണ്ടി. ഏകദേശം 834 കിലോമീറ്ററാണ് ഈ വണ്ടി സഞ്ചരിക്കുന്നത്. ഏകദേശം 17 മണിക്കൂർ എടുത്തിട്ടാണ് മംഗലാപുരത്ത് നിന്ന് യശ്വന്ത്പൂർ വരെ ഈ വണ്ടി എത്തുന്നത്. കറക്റ്റ് 9:35 തന്നെ കുപ്പം റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി ഡിപ്പാർട്ടായേ. നമ്മളങ്ങനെ ബംഗാരപ്പേട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാ. ഇവിടെയും 5 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചിട്ടാണ് നമ്മളെത്തിയത്. ബാംഗ്ലൂരിനെയും മംഗലാപുരത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു ട്രെയിൻ സർവീസ് തുടങ്ങുന്നത് 2013 അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ സോഴ്സ് സ്റ്റേഷനും ഡെസ്റ്റിനേഷൻ സ്റ്റേഷനും വരുന്നത് കർണാടക സ്റ്റേറ്റിൽ തന്നെയാണ്. ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങി കർണാടകത്തിലെ മംഗലാപുരത്ത് തന്നെ അവസാനിക്കുന്ന ആ ഒരു ടൈപ്പ് വണ്ടികളിൽ ഒരെണ്ണമാണ് നമ്മുടെ ഈ ഒരു യശ്വന്ത്പൂർ വീക്ക്ലി എക്സ്പ്രസ്. ബാംഗ്ലൂർ സൈഡിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ മലബാർ ഏരിയയിലേക്ക്, അതായത് നമ്മുടെ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ആ ഒരു ഭാഗത്തേക്ക് വരാനായിട്ട് 3 വണ്ടികളാണ് പ്രധാനമായിട്ടുള്ളത്. അതിലൊന്ന് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു വീക്കിലി വണ്ടിയാണ്, യശ്വന്ത്പൂർ വീക്കിലി വണ്ടി. രണ്ടാമത്തെ യശ്വന്ത്പൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന വണ്ടിയാണ്. പിന്നെ മൂന്നാമത്തെ വണ്ടി KSR ബംഗളൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന കണ്ണൂർ എക്സ്പ്രസ് ആണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ ഈ മൂന്നാമത്തെ വണ്ടി KSR ബംഗളൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ഈ ഒരു ജില്ലയിലുള്ളവർക്ക് യൂസ്ഫുൾ ആവാത്തൊരു വണ്ടിയാണ്. കാരണം ആ വണ്ടി വരുന്നത് ഹാസൻ വഴിയാണ്. ഹാസൻ, സക്ലേഷ്പൂർ, മംഗലാപുരം വഴി വന്നിട്ടാണ് കണ്ണൂരെത്തുന്നത്. അതുകൊണ്ട് കാസർഗോഡ്, കണ്ണൂർ ആ ഒരു 2 ജില്ലയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഒരു വണ്ടി കൊണ്ട് ഉപകാരമുള്ളൂ. പിന്നെ രണ്ടാമത് പറഞ്ഞ വണ്ടി യശ്വന്ത്പൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന കണ്ണൂർ എക്സ്പ്രസ്, അത് ഹൊസൂർ, ധർമ്മപുരി, സേലം വഴി അങ്ങനെ വന്ന് കോയമ്പത്തൂർ, പാലക്കാട് അങ്ങനെ വന്നിട്ട് കണ്ണൂർ യാത്ര അവസാനിപ്പിക്കുന്ന വണ്ടിയാണ്. ആ വണ്ടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ കാസർഗോഡ് ഭാഗത്തുള്ളവർക്ക് ആ വണ്ടിയും കൊണ്ട് ഉപകാരമില്ല. കണ്ണൂരിലെത്തിയിട്ട് ആ വണ്ടി യാത്ര അവസാനിപ്പിക്കും. കോഴിക്കോട്, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ അങ്ങനെയാണ് ആ വണ്ടി വരുന്നത്. ആ വണ്ടിയുടെ പ്രശ്നം അതാണ്. അപ്പോൾ ഈ ഒരു KSR ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസിൻ്റെയും യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിൻ്റെയും മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഈ ഒരു യശ്വന്ത്പൂർ വീക്കിലി എക്സ്പ്രസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം, അതായത് മലബാർ സൈഡ് മൊത്തം കവർ ചെയ്തിട്ട് ബാംഗ്ലൂരിലേക്ക് വരുന്ന ഒരു കിടിലം വണ്ടിയാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, പിന്നെ നമ്മുടെ മലപ്പുറം, പാലക്കാടൊക്കെ ഉള്ളവർക്ക് കയറി ബാംഗ്ലൂരിലേക്ക് വരാൻ വേണ്ടി പറ്റിയ ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു യശ്വന്ത്പൂർ വീക്ക്ലി എക്സ്പ്രസ്. ഇപ്പോൾ ഇവിടെ വന്നു നിന്ന വണ്ടി SMBTന്ന് ദാനാപൂരിലേക്ക് പോകുന്ന സംഘമിത്ര സൂപ്പർ ഫാസ്റ്റ് ആണ്.
ഒരു 6 മിനിറ്റ് ഡിലേ അടിച്ചിട്ട് 10:11 ആയപ്പോൾ ഇവിടുന്ന് ബംഗാരപ്പേട്ടിൽ നിന്ന് നമ്മുടെ വണ്ടി ഡിപ്പാർട്ടായി. സംഘമിത്രയുടെ ഒക്കെ ജനറലിൻ്റെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ കുത്തി നിറഞ്ഞിട്ടാണുള്ളത്. മാലൂർ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനിൽ നമ്മൾ കുറച്ച് നേരം പിടിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇവിടുന്ന് വണ്ടി എടുത്തു. അപ്പുറം ഒരു BTPM കിടക്കുന്നുണ്ട്. ഈ റോഡിൻ്റെ ഒരു WAG7 ട്വിൻസ് ആണ് ഈ ഒരു BTPM വലിക്കുന്നത് കേട്ടോ. ഒരു കാണാത്ത കളർ, ഒരു വെറൈറ്റി കളറ് ലോക്കോ ആണല്ലോ അത്. ഡാർക്ക് ബ്ലൂ കളറാണ് അത്. SMBT ബാംഗ്ലൂരിൽ നിന്ന് അഗർത്തലക്ക് പോകുന്ന ഹംസഫറാണ് പോയത്. ബൈ വീക്കിലി വണ്ടിയാണത്. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ ആ വണ്ടി. 65 മണിക്കൂർ സഞ്ചരിച്ചിട്ടാണ് ത്രിപുരയുടെ തലസ്ഥാനമായിട്ടുള്ള അഗർത്തലയിൽ ആ വണ്ടി എത്തുന്നത്. ആ ഒരു ട്രെയിനിന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഭാവിയിൽ നടക്കുമെന്ന് വിചാരിക്കുന്നു. കൃഷ്ണരാജപുരം ഡീസൽ ലോക്കോ ഷെഡ് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. കൃഷ്ണരാജപുരത്തു നിന്ന് മാരിക്കുപ്പത്തേക്ക് പോകുന്ന മെമു ആണിത്. കൃഷ്ണരാജപുരം, അതായത് KR പുരത്തിൻ്റെ ഒരു ഐക്കോണിക് സാധനമാണ് ഈ ഒരു പാലം എന്ന് പറയുന്നത്, ഈ ഒരു ബ്രിഡ്ജ്. ನಿಲ್ದಾಣದಿಂದ ಯಶವಂತಪುರ ನಿಲ್ದಾಣದ ತನಕ ಹೋಗುವ ಗಾಡಿ 4ನೇ ಪ್ಲಾಟ್ಫಾರ್ಮ್ ಬಂದಿದೆ. 10:48 കൃഷ്ണരാജപുരത്തെത്തേണ്ട നമ്മളെത്തിയത് 11:19 ഏകദേശം 31 മിനിറ്റിന് ഡിലേ ആയി ഇപ്പം നമ്മുടെ വണ്ടി. ആ കാണുന്നതാണ് എൻ്റെ സീറ്റ് കേട്ടോ, 71 സൈഡിൽ ഓവർ. വണ്ടിയിൽ ഇപ്പോൾ ആൾക്കാരും ഇല്ല കേട്ടോ, എല്ലാവരും പോയി, സീറ്റുകളൊക്കെ വേക്കൻ്റ് ആണ്.
കോച്ച് നല്ല അടിപൊളി കോച്ചാണ്, നീറ്റാണ്, മെയിൻറ്റെയിൻഡ് കോച്ചാണ്. വേറൊന്നും പറയാനും കാര്യങ്ങളൊന്നുമില്ല. പുറത്ത് കാണാൻ കുറച്ച് ഫെയ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പെയിൻറ്റ്, പക്ഷെ ഉള്ളിൽ അത്യാവശ്യം നല്ല നീറ്റാണ് വണ്ടി. ഉണ്ടോ, ഇവിടെ ഒന്നും ആരുമില്ല, എല്ലാവരും ഇറങ്ങിപ്പോയി. ഈ വണ്ടിക്ക് സേലം വരെയൊക്കെ ആൾക്കാരുണ്ടാവുന്നുള്ളൂ. സേലം തൊട്ട് ഇവിടെ നമ്മുടെ യശ്വന്ത്പൂർ വരെ സീറ്റുകളൊക്കെ വേക്കൻ്റാണ്. യശ്വന്ത്പൂർ വരെ വരുന്ന ആൾക്കാരൊക്കെ കുറവാന്ന് തോന്നുന്നു. കൃഷ്ണരാജപുരത്ത് നിന്ന് നമ്മുടെ വണ്ടി എടുത്തു. ഇനി അടുത്ത സ്റ്റേഷൻ ബാനസ്വാടിയാണ് നമ്മുടെ. അത് കഴിഞ്ഞാൽ പിന്നെ യശ്വന്ത്പൂർ. ബയ്യപ്പനഹള്ളിയിൽ നിന്ന് SMVTയിലേക്ക് പോകുന്ന തിരിഞ്ഞു പോകുന്ന ആ ഒരു ലൈനിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പുറം നിൽക്കുന്ന വണ്ടി SMVTയിൽ നിന്ന് ഹൗറക്ക് പോകുന്ന ദുരന്തമാണ്, ദുരന്തോ എക്സ്പ്രസ്. ഈ ദുരന്തോ എക്സ്പ്രസ്സിന് വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ. SMVTയിൽ നിന്ന് എടുത്താൽ പിന്നെ റെനിഗുണ്ട, വിജയവാഡ, വിഴിയനഗരം, ഭുവനേശ്വർ, പിന്നെ ഹൗറ. ഇത്രയും സ്റ്റോപ്പേ ഉള്ളൂ. നമ്മളിവിടുന്ന് റൈറ്റ് എടുത്തിട്ട് SMVT ബാംഗ്ലൂർ വഴി പോവാണ്. ഇത് നേരെ പോകുന്ന ലൈൻ KSR ബംഗളൂരുവിലേക്കുള്ളതാണ്. KSR ബംഗളൂരു, മൈസൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ലൈനാണ് അത് നേരെ പോകുന്നത്. നമ്മൾ SMVT ബംഗളൂരുവിലേക്ക് എത്തി. അവിടെ നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല, നമ്മൾ സ്കിപ്പ് അടിച്ചിട്ട് പോകും. ഇനി ബാനസ്വാടിയാണ് നമുക്ക് സ്റ്റോപ്പ് ഉള്ളത്. അങ്ങ് അവിടെ കണ്ടോ നമ്മുടെ അമൃത് ഭാരത് നിൽക്കുന്ന SMVTയിൽ നിന്ന് മാൾഡ ടൗണിലേക്ക് പോകുന്ന. നിങ്ങൾ ആ ഒരു അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ ലോക്കോ ഉണ്ടോ? ഹൗറ ലോക്കോ ഷെഡിൻ്റെ ഒരു WP5 ആണ് ആ ലോക്കോ കേട്ടോ. 30192 നമ്പർ. ആ ലോക്കോ കണ്ടാൽ WP5 ആണെന്ന് നിങ്ങൾ പറയുമോ? അത് നമ്മുടെ CLW ഇല്ലേ, ചിത്രരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്, അവിടെ വെച്ചിട്ട് ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ്സിന് വേണ്ടി മാത്രമായിട്ട് ഈ ഒരു WP5നെ കസ്റ്റമൈസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ലോക്കോയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കുളിക്കുക അലക്കുകയൊക്കെ ചെയ്ത് നോക്ക്. നമ്മൾ ബാനസ്വാടി എത്തി. 11 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചിട്ട് ഇവിടെ എത്തിയട്ടോ. ഇവിടെയൊക്കെ ബഫർ ടൈം ഇഷ്ടം പോലെ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബിഫോർ ടൈം അടിച്ചിട്ട് തന്നെ വരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉരുട്ടി ആ SMVTയിൽ നിന്ന് ഇവിടെ വരെ വന്നത്. എന്നിട്ടും ബിഫോർ ടൈം അടിച്ച് നമ്മളെത്തി. യശ്വന്ത്പൂരിൽ നിന്ന് മച്ചിലിപ്പട്ടണം പോകുന്ന കൊണ്ടവീട് എക്സ്പ്രസ് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത്. നമ്മുടെ ഈ ഒരു യശ്വന്ത്പൂർ എക്സ്പ്രസ്സിന് വേറൊരു വണ്ടിയായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. 125, 39, 125, 40 നമ്പർ. യശ്വന്ത്പൂരിൽ നിന്ന് ലക്നൌവിലേക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റായിട്ട് ഈ വണ്ടിക്ക് റേക്ക് ഷെയറിംഗ് ഉണ്ട്. 1 മണിക്ക് യശ്വന്ത്പൂർ എത്തേണ്ട വണ്ടി 12:40 ആയപ്പോഴേ യശ്വന്ത്പൂർ എത്തിയിട്ടോ. ഇവിടെ എത്തി. ഇനി ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോട്ടെ, ഭക്ഷണം കഴിക്കണം. രാവിലെ ബന്ന് മാത്രമേ കഴിച്ചുള്ളൂ, നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഇനി അടുത്ത വീഡിയോ നിങ്ങൾ എന്താ കാണാൻ പോകുന്നത് വെച്ചാൽ, ഇവിടുന്ന് യശ്വന്ത്പൂരിൽ നിന്ന് ചിക്കമംഗളൂരിലേക്കൊരു എക്സ്പ്രസ് ഉണ്ട്. അതിൻ്റെ വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു യശ്വന്ത്പൂർ എക്സ്പ്രസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ ഒരു യാത്രയുടെ ആദ്യത്തെ വീഡിയോ എന്തായാലും നമ്മുടെ KSR ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് LHV റൺ ആയിരിക്കും. അതിന് ശേഷമായിരിക്കും ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.